ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു എന്ന വാർത്തയാണ്. പറക്കളായി സ്വദേശികളായ ഗോപി, ഭാര്യ ഇന്ദിര, മകൻ രഞ്ജേഷ് എന്നിവരാണ് മരിച്ചത്. മറ്റൊരു മകൻ ഗുരുതര അവസ്ഥയിലാണെന്നും അറിയുന്നു. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് ചേരുകയാണ്. അരുൺ, എന്താണ് സംഭവിച്ചത്? ഇന്ന് പുലർച്ചെയാണ് ഈ ദുഃഖകരമായ സംഭവം ഉണ്ടാവുന്നത്. സാമ്പത്തിക ബാധ്യതയാണ് ഈ ആത്മഹത്യക്ക് പിന്നിലെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള സൂചന. നിലവിൽ പോലീസുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ പോലീസ് പറയുന്നത് ഈ കുടുംബം നാട്ടുകാരുമായി അത്രത്തോളം ബന്ധമില്ലാത്ത ഒരു കുടുംബമാണ്. 4 പേരാണ് ഈ വീട്ടിലുള്ളത്. ഗോപി, ഭാര്യ ഇന്ദിര, മകൻ രഞ്ജേഷ്, മറ്റൊരു മകൻ രാകേഷ്, ഇങ്ങനെ 4 പേരാണ് ആ വീട്ടിലുള്ളത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് ഇവർ ഈ ആസിഡ് കഴിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. 3 പേരുടെ മരണം നിലവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗോപി, ഭാര്യ ഇന്ദിര, മകൻ രഞ്ജേഷ് എന്നിവരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരാളെ കാഞ്ഞങ്ങാട്ടെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന സമയത്ത് തന്നെ മരിച്ചിരുന്നു. മറ്റു 2 ആളുകളും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയാണ് മരിച്ചത്. ഗുരുതരമായി ആരോഗ്യാവസ്ഥയിൽ സ്ഥിതിയുള്ള മകൻ രാകേഷ് ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. രാകേഷിനെ ആരോഗ്യനില കുറച്ച് മെച്ചപ്പെട്ടാൽ മാത്രമായിരിക്കും ഇതിന്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാവും. എന്ത് കാരണം കൊണ്ടാണ് ഈ ആത്മഹത്യാ ശ്രമത്തിലേക്ക് നയിച്ചത് എന്ന ഒരു സത്യാവസ്ഥ മനസ്സിലാവും. നാട്ടുകാരുമായൊക്കെ പോലീസ് നിലവിൽ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും വ്യക്തമായ ഒരു വിവരം പോലീസിന് ലഭിച്ചിട്ടില്ല. നാട്ടുകാരുമായും അത്രത്തോളം നല്ല ബന്ധം പുലർത്തുന്ന ആളുകളല്ല ഈ മരിച്ച ആളുകൾ എന്ന് പോലീസ് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ബന്ധുക്കളായും പോലീസ് സംസാരിച്ചിട്ടുണ്ട്. പോലീസിന് ഒരു വ്യക്തത ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല. എന്തായാലും ഇന്ന് രാവിലെ 4 മണിയായും പോലീസ് സംസാരിച്ചിട്ടുണ്ട്. പോലീസിനെ ഒരു വ്യക്തത ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല. എന്തായാലും ഇന്ന് രാവിലെ പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. SKN. ഓക്കെ, താങ്ക് യു. വല്ലാത്ത ദുഃഖകരമായ കാര്യമാണ് ഈ ആത്മഹത്യ ശ്രമങ്ങൾ കേരളത്തിൽ കൂടുന്നു. അതുവിധം പല വിലപ്പെട്ട ജീവനും നമുക്ക് നഷ്ടപ്പെടുന്നു. ഇതിനെതിരായിട്ടും ഇനി നമ്മൾ ബോധവൽക്കരണവുമായി ഇറങ്ങേണ്ട ഒരു അവസ്ഥയായി. കേരളത്തിൽ പല കാര്യങ്ങളും ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൻ്റെ തെറ്റായ യാത്ര നമുക്ക് തടയേണ്ടതുണ്ട്. അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.